കൂർക്ക ഉപ്പേരി ഇഷ്ടപ്പെടാത്തവരാരും ഉണ്ടാവില്ല. എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഉപ്പേരിയാണ് കൂർക്ക. പക്ഷെ ഇതിൻ്റെ തോല് കളയാൻ എല്ലാവർക്കും വലിയ മടിയാണ്. കാരണം അത് നന്നാക്കി എടുക്കാൻ വളരെയധികം പാടാണ്. എളുപ്പത്തിൽ ഇതിൻ്റെ തോല് കളയാനുള്ള ഒരു എളുപ്പ വഴിയായിട്ടാണ് ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത്. ഇതിന് ആവശ്യമായിട്ടുള്ള സാധനം വിനാഗിരിയും ഉപ്പും വെള്ളം. ഇനി എങ്ങനെയാണ് ഇതിൻ്റെ തോല് എളുപ്പത്തിൽ കളയുമെന്ന് നമുക്കൊന്ന് നോക്കാം. ഈ കൂർക്കയിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ്, ഒരു 2 ടേബിൾ സ്പൂൺ വിനാഗിരി, കുറച്ച് മൂടുന്ന അത്ര വെള്ളം വെക്കും. എന്നിട്ട് ഇത് നന്നായി ഒന്ന് ഇളക്കി വയ്ക്കണം. നല്ലപോലെ ഇളക്കി വയ്ക്കും. ഇത് 10 മിനിറ്റ് നേരം വയ്ക്കണം. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കൂർക്ക ഒരു പഴയ ഒരു തലയണ കവറോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് എടുത്തിട്ട്, ഒരു സഞ്ചിയോ എന്തെങ്കിലും എടുത്താൽ മതി. പിന്നെ അത് അധികം ഉപയോഗിക്കാൻ പറ്റാത്തതായ കാരണം പഴയ ഇതെന്തെങ്കിലും എടുത്താൽ മതി. അതിലേക്ക് ഈ കൂർക്ക ഇടുക. കൂർക്ക വെള്ളമില്ലാതെ ഇങ്ങനെ ഇട്ട് കൊടുക്കും. കൈ കൊണ്ട് എടുക്കണ്ടെന്ന് വെച്ചിട്ടാണ്. അതിൽ വിനാഗിരി ഉള്ളത് കാരണം ചിലർക്ക് അലർജി ഉണ്ടാവും. അപ്പം അങ്ങനെ ഈ കൂർക്ക മുഴുവൻ ഈ സഞ്ചിയുടെ ഉള്ളിലേക്ക് ഇടുക. അങ്ങനെ ഇട്ടതിന് ശേഷം കൂർക്ക മുഴുവൻ ഈ തലയണ കവറിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിങ്ങനെ പിടിച്ചിട്ട് നിലത്ത് നന്നായി അടിക്കുക. കുറേ പ്രാവശ്യം ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും. കൂർക്ക നല്ലപോലെ അടിച്ച് തോലൊക്കെ നന്നായി പോയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇതിലേക്ക് വാരിയിട്ട് പാത്രത്തിലേക്ക് വാരിയിടാം. ഇനി ഇത് നല്ലപോലെ വെള്ളത്തിൽ 2-3 പ്രാവശ്യം കഴുകിയെടുക്കണം. കഴുകിയെടുത്ത് കഴിഞ്ഞാൽ യാതൊരു ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് കൂർക്ക നല്ല പോലെ ആയിട്ടുണ്ട്. സാധാരണ വെറുതെ അടിക്കുമ്പോൾ ഇത്ര അധികം വൃത്തിയാവില്ല. ഇങ്ങനെ വിനാഗിരി ഉപ്പും ചേർത്ത് അടിക്കുമ്പോൾ നല്ലപോലെ വൃത്തിയായിട്ടുണ്ട്. എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ്. ഇനി നിങ്ങൾ കൂർക്ക വാങ്ങാൻ മടിക്കണ്ട. ഇതുപോലെ വൃത്തിയാക്കാൻ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. എനിക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. വെറുതെ അടിച്ചു കഴിഞ്ഞാൽ ഇത്രയധികം തോല് പോവില്ല. വിനാഗിരി ഉപ്പും ചേർത്ത് അടിച്ചത് കാരണം വേഗത്തിൽ തോല് പോയിട്ടുണ്ട്. നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ. നമ്മൾക്ക് കയ്യിൽ കറയാവാതെ എങ്ങനെ കൂർക്ക എളുപ്പത്തിൽ നന്നാക്കാന്നുള്ളതിനെ പറ്റിയിട്ട് നോക്കാം. കൂർക്ക എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷെ അത് നന്നാക്കുമ്പോൾ ഭയങ്കര വിഷമമാണ്. കയ്യിൽ കറയും, അതിൻ്റെ തൊലി പോവാൻ പ്രയാസം. അപ്പോൾ എളുപ്പത്തിൽ തൊലി കളയാനുള്ള ഒരു രീതിയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. കൂർക്കക്കാലായി തുടങ്ങി. ഇപ്പോൾ നമുക്ക് കൂർക്കയൊക്കെ കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ കയ്യിൽ കറയാവാതെ ഏറ്റവും ഈസി ആയിട്ട് എങ്ങനെ കൂർക്ക നന്നാക്കി എടുക്കാമെന്ന് നമുക്കൊന്ന് നോക്കാം. അതിന് ഈ കൂർക്കയുടെ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ കൂർക്കയുടെ തലപ്പിൽ ഇങ്ങനെയൊക്കെ ഓരോന്ന് ഒരു
നാര് പോലെയൊക്കെ ഉണ്ടാവും. അതെല്ലാം അങ്ങനെ പൊട്ടിച്ചെടുത്ത് കളഞ്ഞിട്ട് ഇത് നല്ല വെള്ളത്തിൽ 2-3 പ്രാവശ്യം കഴുകിയെടുക്കാം. ആ ചളി മുഴുവൻ ഒന്ന് കളയണം. നല്ല വെള്ളത്തിൽ കഴുകിയെടുത്ത് നോക്കാം. കൂർക്ക ഞാൻ നല്ലപോലെ കഴുകിയെടുത്തിട്ടുണ്ട്. 2-3-4 പ്രാവശ്യം അങ്ങനെ കഴുകിയിട്ടുണ്ട്. അപ്പോൾ തന്നെ അതിൻ്റെ കുറച്ച് തോലൊക്കെ പോയിട്ടുണ്ട്. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇത് ഈ ഒരു പാത്രത്തിലേക്ക് നമുക്ക് വാരിയിടാം. ഇപ്പം ഞാൻ ഈ കൂർക്ക 3-4 പ്രാവശ്യം നല്ലപോലെ കഴുകി ഈ പാത്രത്തിലേക്ക് ഞാൻ വാരിയിട്ടിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തോല് എളുപ്പത്തിൽ പോവാൻ വേണ്ടിയിട്ടുള്ളൊരു ടിപ്പാണ് ചെയ്യാൻ പോകുന്നത്. ഈ കൂർക്കയിൽ ഞാൻ ഇതുപോലെ കുറച്ച് പൊടിയുപ്പ് ഇട്ടിട്ട് ഇങ്ങനെ ഇളക്കി വെക്കുകയാണ്. പൊടിയുപ്പ് ഇട്ടിട്ട് എല്ലായിടത്തും കൂർക്ക എല്ലായിടത്തും പിടിക്കുന്ന വരെ ഇളക്കി. ഇനി ഇതൊരു 10 മിനിറ്റ് നേരം ഇതുപോലെ ഇങ്ങനെ വെച്ചിരിക്കാം. നമുക്ക് പൊടിയുപ്പ് ചേർത്തിട്ട് അതൊന്ന് തൊലിയിൽ ബാക്കിയുള്ള തൊലിയിലൊന്ന് പിടിക്കുമ്പോൾ നമുക്ക് അത് തൊലി വേഗത്തിൽ ഇളകി പോരും. അതിനാണ് പൊടിയുപ്പ് ഒന്ന് തിരുമ്പി വയ്ക്കുന്നത്. ഇപ്പോൾ 10 മിനിറ്റ് നേരം ആയിട്ടുണ്ട്. ഇതിൽ ഉപ്പ് ഒരുവിധം നന്നായി പിടിച്ചിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യാൻ പോണത് ഇവിടെ ഒരു ആവശ്യമില്ലാത്തൊരു തുണി വിരിച്ചിട്ടിട്ടുണ്ട്. ആവശ്യമില്ലാത്തൊരു തുണി വിരിച്ച് അതിലേക്ക് ഈ കൂർക്ക ഇങ്ങനെ ഇട്ട് കൊടുക്കുക. വെള്ളമില്ലാതെ ഇട്ട് കൊടുക്കണം. ഈ ഉപ്പ് പിടിച്ചിട്ടുള്ള സൈഡിലൊക്കെ ഉപ്പ് പിടിച്ചിട്ടുണ്ടാവും അതിൻ്റെ തൊലിയിലൊക്കെ. എന്നിട്ട് ഈ കൂർക്ക ഇതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ഇത് ഇങ്ങനെ ഒന്ന് അടിച്ചു കൊടുക്കാം. അടിച്ച് നിലത്ത് നല്ല പോലെ ഒന്ന് അടിക്കുക. കൂർക്ക നല്ലപോലെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലത്തെ ഒരുവിധം തൊലിയൊക്കെ പോയി. ഇത് പുതിയ കൂർക്ക വരാൻ തുടങ്ങിയിട്ട് അധികമായിട്ടില്ല. പുതിയ കൂർക്ക കൊണ്ട് പെട്ടെന്ന് തൊലി പോകുന്നുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇത് ഈ പാത്രത്തിലേക്ക് കൊട്ടിയതിന് ശേഷം നല്ല വെള്ളത്തിൽ കുറേ കഴുകും. നല്ല വെള്ളത്തിൽ 2-3 പ്രാവശ്യം കഴുകണം. നല്ലപോലെ തൊലി പോയിട്ടുണ്ട്. കുറേ പ്രാവശ്യം നല്ലപോലെ കഴുകുക. കൂർക്ക നല്ലപോലെ വൃത്തിയായിട്ടുണ്ട്. ഇത് ഇനി നമുക്ക് കത്തി വെച്ചിട്ട് ഇതിലത്തെ എന്തെങ്കിലും ചെറിയ ഭാഗങ്ങളുണ്ടെങ്കിൽ അത് കളഞ്ഞ് നുറുക്കേണ്ട ആവശ്യമുള്ളൂ. വളരെയധികം വൃത്തിയായിട്ടുണ്ട്. നോക്കൂ, നമ്മളുടെ കൂർക്ക കയ്യിൽ കറയൊന്നും ആവാതെയാണ് ഇത് ഇങ്ങനെ ആയിട്ടുള്ളത്. നിങ്ങൾ ഇനി കൂർക്ക വാങ്ങുമ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കിക്കോളൂ. വളരെ ഈസിയാണ്. ഇന്ന് നമ്മൾക്ക് കൂർക്ക കൊണ്ടൊരു തോരൻ ഉണ്ടാക്കി നോക്കാം. കൂർക്കയുടെ ഉപ്പേരി ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾക്കിതൊരു തോരൻ്റെ മോഡലിൽ ഉണ്ടാക്കി നോക്കാം. അപ്പം അത് ഞാൻ ഇന്ന് വൃത്തിയാക്കിയത് ഇങ്ങനെ ഒരു തുണിയിലിട്ട് തല്ലിയിട്ടാണ് അത് അങ്ങനെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തോരൻ വെച്ച് നോക്കാം. ഇത് ഞാൻ നുറുക്കുന്നത് ഒരു പ്രത്യേക ഇതിലാണ്. ഇത് നീളത്തിലാണ് നുറുക്കുന്നത്.
ഇത് 4-5 ആക്കി നുറുക്കി നീളത്തിലാണ് ഞാൻ നുറുക്കാൻ പോകുന്നത്. കൂർക്ക ഞാൻ ഇതുപോലെയാണ് നീളത്തിലാണ് അരിഞ്ഞിരിക്കുന്നത്. തോരൻ വെക്കാൻ ഞാൻ ഇങ്ങനെയാണ് അരിഞ്ഞത്. മറ്റത് ഇങ്ങനെ ചതുര കഷ്ണമായിട്ട് ഇത് ഇങ്ങനെയാണ് ഞാൻ തോരൻ വെക്കാൻ വേണ്ടിയിട്ട് അരിഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി അതിലേക്ക് ഞാൻ ഇതിലൊന്ന് വേവിക്കാൻ വെക്കുകയാണ്. അപ്പോൾ ആവശ്യത്തിന് വെള്ളം, അതുപോലെ ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്തിട്ട് നമുക്ക് വേവിക്കാൻ വെക്കാം. എന്നിട്ട് വേണം അതിലേക്ക് തോരനിലേക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എടുക്കാം. അതിലേക്ക് ഞാൻ എടുത്തിരിക്കുന്ന ഒരു 2 പിടി തേങ്ങ, ഒരു 3 പച്ചമുളക്, ഇനി 4 തണ്ട് കറിവേപ്പില ആവശ്യമാണ്. പിന്നെ ആവശ്യത്തിന് വെളിച്ചെണ്ണ. അപ്പം നമുക്ക് ഈ കൂർക്ക ഒന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ഈ തോരനിലേക്ക് ആവശ്യമായിട്ടുള്ള ഈ തേങ്ങ മിക്സിയിലിട്ട് ഒന്ന് ഒതുക്കിയെടുക്കാം. 1-2 പ്രാവശ്യം ഒന്ന് കറക്കിയെടുത്താൽ മതി, ഒരുപാട് ചെറുതാകണ്ട. എന്നിട്ട് നമുക്കിതൊന്ന് ഒതുക്കിയെടുക്കാം. കൂർക്കയിൽ വെള്ളമൊക്കെ വെന്തിട്ട് വെള്ളം വറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇത് ഒന്ന് കടുക് വറുത്തിട്ട് തോരനാക്കാം. ഞാൻ ഒരു പാനിൽ വെളിച്ചെണ്ണ 1 ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കും. കടുക് പൊട്ടുന്നുണ്ട്. അപ്പം ഇനി അത് കടുക് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് കറിവേപ്പില. ഇനി നമ്മൾക്ക് ഇതിലേക്ക് ഈ വെന്തിട്ടുള്ള കൂർക്കട്ട് വെക്കും. ഇതിൻ്റെ ഒപ്പം തന്നെ പച്ചമുളകും തേങ്ങയും കൂടി ചതച്ചിട്ട് വെച്ചത് ഇതിലേക്ക് ഇടും. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കാം. നമ്മുടെ കൂർക്കത്തോരൻ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.
ഇപ്പോഴും നമ്മൾ കൂർക്ക വൃത്തിയാക്കിയതിന് ശേഷം ഇതുപോലെ ഒരു അരിപ്പ പാത്രത്തിലിട്ട് കഴുകിയ അതിലത്തെ മണ്ണെല്ലാം പോകും. അപ്പം അങ്ങനെ കഴുകുമ്പോൾ നമുക്ക് വേഗം അതിലത്തെ തൊലി, ചെറിയ തൊലികളെല്ലാം പോയി വൃത്തിയാവും. ഇനി നമുക്ക് നന്നാക്കാൻ യാതൊരു ബുദ്ധിമുട്ടും. നമ്മൾക്ക് കൂർക്ക മറ്റൊരു വിധത്തിൽ എങ്ങനെ നന്നാക്കാം. ഞാൻ 2 തരത്തിൽ നന്നാക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കൂർക്കയൊക്കെ വാങ്ങി ആദ്യം വലിയ കൂർക്ക തിരഞ്ഞെടുത്തിട്ടാണ് വയ്ക്കുക. പിന്നീട് ബാക്കിയുള്ള കൂർക്ക ചെറിയ കൂർക്കയായിരിക്കും. ഇതിങ്ങനെ തുണിയിലൊക്കെ ഇട്ട് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് പെട്ടെന്ന് ചതഞ്ഞ് പോയിട്ട് നന്നാക്കാനൊക്കെ ബുദ്ധിമുട്ടാവും. അപ്പോൾ ഇങ്ങനെ കിട്ടുന്ന ചെറിയ കൂർക്ക ഞാൻ വേറൊരു തരത്തിലാണ് നന്നാക്കാറ്. അതെങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലൊരു വട്ടത്തിലുള്ളൊരു പാത്രത്തിൽ എടുത്തിട്ട് ഈ കൂർക്ക നല്ല പോലെ ഇങ്ങനെ ഉരച്ച് കഴുകണം. ഇതിലെ ചളി മുഴുവൻ പോണത് വരെ നല്ലപോലെ ഉരച്ച് കൈകൊണ്ട് ഇങ്ങനെ കഴുകുക. ഒരു 3-4 പ്രാവശ്യം നമുക്ക് ഇതുപോലെ കഴുകിയെടുക്കണം. 3-4 പ്രാവശ്യം കഴുകിയപ്പോൾ തന്നെ ഈ കൂർക്ക ഇതുപോലെ തൊലി പോയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ചെയ്യാൻ പോണത്, നമ്മളുടെ വീട്ടിൽ അമ്മിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ. ഞാനിത് അമ്മിയിലിട്ടിട്ടാണ് വൃത്തിയാക്കാൻ പോണത്. നിങ്ങളുടെ വീട്ടിൽ അമ്മി ഉണ്ടെങ്കിൽ എളുപ്പമായി. അല്ലെങ്കിൽ അലക്കുന്ന കല്ലോ അങ്ങനെ എന്തെങ്കിലും ഒരു പരന്ന കല്ലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിലിട്ടിട്ട് വളരെ ഈസി ആയിട്ട് ഉരച്ച് അങ്ങോട്ട് കളഞ്ഞ തൊലി മുഴുവൻ പോകും. ഇതിങ്ങനെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾക്ക് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ഉരച്ച് കൊടുക്കും. ഇപ്പോൾ നോക്കൂ, ഒരുവിധം എല്ലാം പോകുന്നില്ലേ. ഇങ്ങനെ ഉരച്ച് കൊടുക്കുമ്പോൾ ചെറിയ കൂർക്കകളുടെ എല്ലാം വൃത്തിയാവും. ഇതിൽ ഇടയ്ക്ക് കുറച്ച് വെള്ളം ഇങ്ങനെ ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ നോക്കൂ, ഒരുവിധം എല്ലാ കൂർക്കയും വൃത്തിയായി. ഇനി ഇതേപോലെ ഇത് ഇങ്ങനെ ഇതിലേക്ക് എടുത്തിട്ടിട്ട് ബാക്കി കൂർക്ക നമുക്കിങ്ങനെ അമ്മിയോ അല്ലെങ്കിൽ ഒരു അലക്കുന്ന കല്ലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി. എല്ലാം പോകും. അപ്പോൾ ഈ കൂർക്ക നന്നാക്കിയപ്പോൾ ഇതുപോലെ നല്ല വൃത്തിയായിട്ടുണ്ട്. നോക്കൂ ഒന്ന്. ഇത് പക്ഷേ ഈ ചെറിയ കൂർക്കയാണ് ഇങ്ങനെ നന്നാക്കാൻ പറ്റും.
വലിയ കൂർക്കകൾ ഇങ്ങനെ അമ്മിയിലിട്ട് നന്നാക്കാൻ പറ്റും. അപ്പം നമ്മൾ വാങ്ങുമ്പോൾ ആദ്യം വലിയ കൂർക്കകളാണല്ലോ എടുക്കുക. അപ്പോൾ അവസാനം ചെറിയ കൂർക്ക ഉണ്ടാകുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒന്ന് നന്നാക്കി നോക്കിക്കോ. നോക്കൂ, ഞാൻ അമ്മിയിലിട്ട് നന്നാക്കിയ കൂർക്ക വെറുതെ കൈ കൊണ്ട് മാത്രം കളഞ്ഞിട്ടുള്ള കൂർക്കയാണിത്. കത്തിയൊന്നും ഉപയോഗിച്ചിട്ടില്ല, അത്രയും വൃത്തിയായിട്ടുണ്ട്. ഇനി നമ്മൾക്ക് നുറുക്കുമ്പോൾ കഷ്ണം നുറുക്കുമ്പോൾ നമുക്ക് ഇത് അറ്റത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കളഞ്ഞാൽ മതി. നമുക്കിപ്പോൾ നമ്മൾ കൂർക്ക എളുപ്പത്തിൽ കുഞ്ഞു കൂർക്കയാണ് ഇങ്ങനെ നന്നാക്കാൻ പറ്റുള്ളൂ. വലിയ കൂർക്ക അമ്മിയിലിട്ടിട്ട് ഉരയ്ക്കാൻ പറ്റില്ല. ഈ കുഞ്ഞു കൂർക്ക നന്നാക്കുന്നതാണ് ഞാൻ നിങ്ങൾക്ക് കാട്ടി തന്നത്. ഇനി നമ്മൾക്കിത് നുറുക്കിയിട്ട് ഒരു ഉപ്പേരി വെച്ചാലോ. കൂർക്ക ഞാൻ നന്നാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾക്ക് ഇതുകൊണ്ടൊരു കുഞ്ഞ് ഉപ്പേരി ഉണ്ടാക്കി നോക്കാം. നല്ല വൃത്തിയായിട്ട് തൊലി പോയിട്ടുണ്ട്, യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. അതിലേക്ക് ഞാൻ ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആദ്യം വേവിച്ചതിന് ശേഷം ഈ കൂർക്കയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എങ്ങനെ വെച്ചാലും അത് ടേസ്റ്റാണ്. കാരണം അത് എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ അത് നന്നല്ലാതെ വെച്ചാലും നന്നായി വെച്ചാലും ഒക്കെ വളരെ ടേസ്റ്റാണ്. അപ്പോൾ ഞാനിത് വേവിച്ചതിന് ശേഷം വറുത്തിടുന്ന ഒരു മെത്തേഡാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് അതിലേക്ക് വെള്ളം ഒഴിച്ചു. വെള്ളം കൂർക്കയ്ക്ക് കുറച്ചൊക്കെ മറ്റ് കഷ്ണം പോലെയല്ല, ഒത്തിരി വേവുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തു. അതുപോലെ മഞ്ഞൾപ്പൊടി, അതുപോലെ ഇതിൻ്റെ കൂടെ ഞാൻ ഇതിലേക്ക് വേണ്ട മുളക് പൊടി ഇട്ട് കൊടുക്കണം, ഒരു 1/2 ടീസ്പൂൺ. എല്ലാം ഇട്ടിട്ട് വേവിക്കുകയാണ്. എന്നിട്ട് നമ്മൾ ചെറിയ ഉള്ളി വെച്ചിട്ട് കറിവേപ്പിലയും വെച്ച് വറുത്തിടുകയാണ്. അത്ര ചെയ്യുന്നുള്ളൂ. കൂർക്ക എങ്ങനെ വെച്ചാലും ടേസ്റ്റാണ്. അപ്പം നമുക്കിത് ഗ്യാസിൽ വെക്കാം. എന്നിട്ട് നമുക്ക് കത്തിക്കാം. ഇത് വെന്തതിന് ശേഷം നമുക്കിത് വറുത്തിടാം. കടുക് വറുക്കാൻ വേണ്ടി ഞാൻ എടുത്തിട്ടുള്ള ഇതുപോലെ ഒരു 8-10 ചെറിയ ഉള്ളി, പിന്നെ 2-3 തണ്ട് കറിവേപ്പില. ഇനി നമുക്കിതൊന്ന് നുറുക്കിയെടുക്കാം. കടുക് വറുക്കാം. വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമുക്ക് കടുക് ഇടാം. കടുക് പൊട്ടി കഴിയുമ്പോൾ നമുക്കിതുപോലെ ഈ ചെറിയ ഉള്ളി അരിഞ്ഞതും കറിവേപ്പില ഇട്ട് മൂപ്പിച്ചെടുക്കാം. കടുക് പൊട്ടിയിനി നമുക്ക് ഇത് മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഈ വേവിച്ച കൂർക്കട്ട് വെക്കാം. കൂർക്ക ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. ഇന്ന് നമ്മൾക്ക് കൂർക്ക കൊണ്ടൊരു മസാലക്കറി ഉണ്ടാക്കി നോക്കാം. അതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു 250 ഗ്രാം കൂർക്കയാണ്. ഇതുപോലെ നന്നാക്കി വെച്ചിട്ടുണ്ട്. അതേപോലെ തേങ്ങ എടുത്തിട്ടുള്ളത് ഒരു തേങ്ങയുടെ അരമുറി, ഒരു ഇടത്തരം തേങ്ങയുടെ അരമുറിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു 10 വെളുത്തുള്ളി ഇങ്ങനെ ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട്. ഒരു 2 പച്ചമുളക് ഇതുപോലെ നടുകീറി വെച്ചിട്ടുണ്ട്. അതിലേക്ക് എടുത്തിട്ടുള്ളത് 2 തക്കാളിയാണ്. വലുതാണെങ്കിൽ ഒരു തക്കാളി മതി. പിന്നെ എടുത്തിട്ടുള്ളത് ഒരു വലിയ സവാള അതുപോലെ നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ക്യാപ്സിക്കം, ഒരു കഷ്ണം ക്യാപ്സിക്കം. ഇത് അത്യാവശ്യമല്ല, ഞാൻ എടുത്തു തന്നെ ഉള്ളൂ. ക്യാപ്സിക്കം ഇതുപോലെ നുറുക്കി വെച്ചിട്ടുണ്ട്. ഇത് നിർബന്ധമില്ല. അതുപോലെ ഇതിലേക്ക് വേണ്ട പൊടികൾ: 1 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി,
1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല. അതേപോലെ ഇതിലേക്ക് ഇനി വേണ്ടത് കറിവേപ്പില, മല്ലിത്തല, അതുപോലെ ഇതിൽ ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണയാണ്. ഇനി നമ്മൾക്ക് ആദ്യം ചെയ്യാനുള്ളത് ഈ കൂർക്ക ഒന്ന് വേവിച്ചെടുക്കാം. അത് എങ്ങനെ വേണമെങ്കിലും വേവിക്കാം. നമുക്ക് കുക്കറിൽ വേവിച്ചാൽ വേഗമാവും. അപ്പം നമ്മൾക്ക് കുക്കറിൽ വേവിക്കാം. എന്നിട്ട് ചെയ്യാനുള്ളത് ഈ തേങ്ങ നല്ല പോലെ ഒരു ഇളം ചുവപ്പാവുന്നത് പോലെ അത്രയും നമ്മൾ ഒന്ന് വറുത്തിട്ട് അതൊന്ന് അരച്ചെടുക്കണം. കൂർക്കയിലേക്ക് ഞാൻ കുക്കറിൽ വേവിക്കുമ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്, അതേപോലെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഈ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ മുളക് പൊടി, ഇതിട്ടതിന് ശേഷമാണ് കൂർക്ക വേവിച്ചെടുക്കുന്നത്. മറ്റ് ചേരുവകളൊക്കെ നമ്മൾക്ക് ഇത് പാകം ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുക. തേങ്ങ ഇളം ചുവപ്പാവുന്ന വരെ വറുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിലേക്ക് ഈ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് ഒന്ന് ഇളക്കി, മല്ലിപ്പൊടി ഒന്ന് ചൂടാവുന്ന വരെ ഇളക്കി നമുക്കിത് നല്ല പോലെ വളരെ നൈസായിട്ട് മിക്സിയിൽ അരച്ചെടുക്കാം. ഞാൻ അതേ ചീനച്ചട്ടിയിൽ തന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഈ ഉള്ളി ഇട്ട് കൊടുക്കാം. ഒപ്പം തന്നെ വെളുത്തുള്ളി, അതുപോലെ ഇഞ്ചി, എല്ലാം ഇട്ട് വെക്കാം. ഞാൻ പച്ചമുളക് ഇതിൻ്റെ കൂടെ ഇട്ട് വെക്കും. ഇനി നല്ല പോലെ ഇത് ഒന്ന് വഴറ്റി കൊടുക്കണം. ഇത് ഇളം ചുവപ്പാവുന്ന വരെ ഇത് ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി അതിൽ 2 കറിവേപ്പില ഇടാം. എന്നിട്ടിത് നല്ല പോലെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഈ ഉള്ളി, പച്ചമുളക്, ഇഞ്ചിയൊക്കെ ഒരുവിധം വഴറ്റി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഈ 2 തക്കാളി മുറിക്കിയത് ചേർക്കാം. ഇതൊന്ന് നല്ലപോലെ ഈ തക്കാളി ഒരു പച്ച പോകുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് കുറച്ച് നേരം അടക്കി വെച്ചിട്ട് വേവിക്കും. തക്കാളി ഒരുവിധം വഴറ്റി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്, ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, അതുപോലെ ഈ ക്യാപ്സിക്കം നുറുക്കിയത് ഇട്ട് വെക്കും. എന്നിട്ട് ഒന്നുകൂടി നല്ലപോലെ വഴറ്റിയെടുക്കും. ഇനി നമ്മൾക്ക് ഇതിലേക്ക് ചെയ്യാനുള്ളത് ഈ വേവിച്ച് വെച്ചിട്ടുള്ള കൂർക്ക ഇട്ട് വെക്കും. ഇനി ഇതോടൊപ്പം നമുക്ക് ഈ ഗരം മസാല ഇട്ട് കൊടുക്കും. ഇതൊന്ന് കുറച്ച് നേരം അടച്ച് വയ്ക്കാം. ഇതൊന്ന് നമുക്ക് തുറന്ന് നോക്കാം. ഇനി നമ്മൾക്ക് ചെയ്യാനുള്ളത് ഇതിലേക്ക്
ഈ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ ഒഴിച്ചു, തേങ്ങയും മല്ലിപ്പൊടി അരച്ചിട്ടുള്ളത് ഒഴിച്ചു കൊടുക്കുക. ഇനി നമ്മൾക്ക് ഇതിലേക്ക് ആവശ്യത്തിന് എത്രയാണോ ചാറ് ആവശ്യം, ചോറിനും ചപ്പാത്തിക്കും എല്ലാം പറ്റുന്ന തരം കറിയാണ്. അപ്പോൾ അത് കാരണം കുറച്ച് ചാറോട് കൂടിയാണ് ഞാൻ വയ്ക്കുന്നത്. നിങ്ങൾക്ക് വെള്ളം കുറവ് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി ഇതൊന്ന് നല്ലപോലെ തിളയ്ക്കണം. കാരണം ഇതിൽ മല്ലിയൊക്കെ കൂട്ടി അരച്ചതാണല്ലോ. അപ്പോൾ അതൊന്ന് വേണ്ടില്ലെങ്കിൽ അതിനൊരു രുചി വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ ഇത് ഇനി നമ്മൾക്ക് ഇതിൽ ഉപ്പുണ്ടോ എന്ന് നോക്കാം. ഉപ്പില്ലെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്, നമുക്കത് ഉപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കറി നല്ലപോലെ തിളച്ച് വെന്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് അതിലേക്ക് കറിവേപ്പില, മല്ലിത്തല ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ചോറിനും ചപ്പാത്തിക്കൊക്കെ പറ്റിയ നല്ലൊരു കറിയാണ്. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്ന് നമ്മൾക്ക് കൂർക്ക കൊണ്ടൊരു എരിശ്ശേരി വെച്ച് നോക്കാം. നമുക്ക് എല്ലാ തരം കറികളും വെച്ച് കഴിഞ്ഞ് തോരൻ, ഉപ്പേരി, അതുപോലെ മസാലക്കറി എല്ലാം ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു, വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് കൂർക്ക കൊണ്ടൊരു എരിശ്ശേരി. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുകയെന്ന് നോക്കാം. സാധാരണ എരിശ്ശേരി പോലെ തന്നെയാണ്, വേറെ ഒരു വ്യത്യാസമില്ല. എന്നാലും ഒന്ന് കാണിക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു 50 ഗ്രാം പരിപ്പാണ് കുക്കറിലാണ് വേവിക്കുന്നത്. അപ്പോൾ പരിപ്പും കൂർക്കി നമുക്ക് ഒന്നിച്ചിട്ട് വേവിക്കാം. അപ്പോൾ നമുക്കിത് വേവിക്കുമ്പോൾ ഇതിൽ മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇട്ടിട്ട് വേണമെങ്കിൽ വേവിക്കും. ഉപ്പ് വെന്തതിന് ശേഷം ഇട്ടാൽ മതി. അപ്പം ഞാനിതിൽ മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇട്ടിട്ടാണ് വേവിക്കാൻ പോകുന്നത്. അതിന് ശേഷം നമ്മൾ ഇതിലേക്കുള്ള തേങ്ങ, ഒരു ചെറിയ തേങ്ങയുടെ അരമുറി തേങ്ങ, 1/2 ടീസ്പൂൺ ജീരകം, ഇത്രയാണ് ആവശ്യമുള്ളൂ. ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ഇത് കൂർക്ക മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇട്ടതിന് ശേഷം കുക്കറിൽ വേവിക്കാൻ വയ്ക്കും. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ഇത്ര ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ഇനി നമുക്കിതൊന്ന് കുക്കറിൽ വേവിച്ചെടുക്കാം. കൂർക്കയും പരിപ്പും വെന്തിട്ടുണ്ട്. ഇനി രണ്ടും കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ആവുന്നത് വരെ ഒന്ന് കത്തിക്കാം. അതിൻ്റെ ഇടയിൽ നമുക്കിതിൽ ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. ഒന്നുകൂടി അതൊന്ന് മിക്സ് ആവണം. കൂർക്കയും പരിപ്പ് നല്ലപോലെ വെന്തുടങ്ങിയിട്ടുണ്ട്. അതൊന്ന് ചെറുതായിട്ട് കുറച്ച് ഉടച്ചു കൊടുക്കണം, എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. എന്നിട്ട് ഇനി നമുക്കിത് അരച്ച് വെച്ച തേങ്ങ ഇതിലേക്ക്, ജീരകം തേങ്ങ അരച്ചത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി ആവശ്യത്തിന് വെള്ളം വേണമെങ്കിൽ ചേർക്കാം, പക്ഷേ വെള്ളം അധികം ചേർത്താതിരിക്കുകയാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ ഇനി ഇതൊന്ന് നമുക്ക് തിളച്ച് കഴിഞ്ഞാൽ നമുക്കിതൊന്ന് കടുക് വറക്കാം. കൂർക്ക എരിശ്ശേരി നല്ലപോലെ തിളയ്ക്കുന്നുണ്ട്. അപ്പം ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾക്ക് ഇത് ഒരുവിധം നന്നായി ഒരുപാട് തിളയ്ക്കാൻ പാടില്ല. ഇനി നമ്മൾക്കിത് വാങ്ങി വയ്ക്കാം. എന്നിട്ട് ഇതൊന്ന് കടുക് വറക്കാം. ഞാൻ വെളിച്ചെണ്ണയിലാണ് വറുത്തിരുന്നത്. വെളിച്ചെണ്ണയിൽ കടുക്, 2 ചുവന്ന മുളക്, കറിവേപ്പില ഇതൊക്കെ ഇട്ട് ആണ് വറുത്തിടാൻ പോകുന്നത്. അപ്പോൾ ഇത് വറുത്തിട്ട് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയായി. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു. കൂർക്ക എരിശ്ശേരിയാണത്. നല്ല ടേസ്റ്റുള്ള കറിയാണ്. നിങ്ങൾ കൂർക്ക കൊണ്ട് ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കിക്കോളൂ. ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. താങ്ക് യു.